ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിക്കാമേ. ഇവിടെ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അരിഞ്ഞിട്ട് വരാമേ. ഇവിടെ ഞാൻ കോവയ്ക്ക റൗണ്ടായിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിനകത്തൊരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇനി ഉപ്പൂട് ചേർക്കും, വേറെ ഒന്നും ഞാൻ ചേർക്കത്തില്ല. കോവയ്ക്ക ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കോവയ്ക്ക നിങ്ങൾ കഴിക്കണം. ഇവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി അങ്ങോട്ട് ഇടുവാണേ. ഇവിടെ വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് കോവയ്ക്ക് അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ഇടുവാണേ. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. ഒരു പ്ലേറ്റും കൊണ്ട് അടച്ചു വെച്ചു. കോവയ്ക്ക ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇത്രയും നല്ലതാണ്. ഇത് ചുമ്മാ സാലാഡാക്കി കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, ഇതുപോലെ മെഴുക്കുരട്ടിയാക്കി കഴിക്കാം. പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം, വളരെ ടേസ്റ്റാണ്. ഇത് എൻ്റെ മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അടിപൊളിയായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്തിട്ടില്ല. അടിപൊളിയാണ്. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അടിപൊളിയായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉള്ളിയോ ഇഞ്ചി